ഇപ്പോൾ എം ശിവപ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. ശിവപ്രസാദ്, നിങ്ങൾ സർവകലാശാലകളിൽ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്കൊരു ഊർജ്ജം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു അതിനെ? കഴുകനെ പോലെ ഇനി എത്ര ഉയർന്നു പറഞ്ഞാലും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ ഇവരെല്ലാം താഴെ കൊണ്ടുവരും എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഈ വിധി. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന വിധിയാണ്. കാരണം കേരളം പോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ഔന്നത്യം സൃഷ്ടിച്ചൊരു സംസ്ഥാനത്ത് വന്ന് ആ വിദ്യാഭ്യാസ മേഖലയെ ആകെ താറുമാറാക്കി, ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തച്ചു തകർത്ത് സർവകലാശാലകളെ നശിപ്പിച്ച് ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കി കളയാം എന്ന് വ്യാമോഹിച്ചവരുടെ കരണത്തേറ്റടിയായി ഹൈക്കോടതിയുടെ ഈ വിധി മാറുകയാണ്. ഞങ്ങൾ ഈ വിധിയെ പൂർണ്ണ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ചാൻസലർക്ക് ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അദ്ദേഹം ഗവർണർ ആയതുകൊണ്ടല്ല ചാൻസലർ ആയതെന്നും കേരളത്തിലെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം മാത്രമാണ് ചാൻസലർ പദവിയെന്നും ആ ചാൻസലർ പദവിയിൽ ഇരിക്കുമ്പോൾ RSSന്റെ താല്പര്യമല്ല, മറിച്ച് കേരള ജനതയുടെ താല്പര്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിധിയിലൂടെ കേരളത്തിലെ ഹൈക്കോടതി. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യോഗ്യതയുമില്ലാത്ത സംഘപരിവാറാണ് എന്ന ഒറ്റ മാനദണ്ഡത്തിൽ ഈ സർവകലാശാലകളുടെ എല്ലാം താൽക്കാലിക വൈസ് ചാൻസലർമാരായി ഒരു യോഗ്യതയുമില്ലാത്തവരെ കൊണ്ട് നിറയ്ക്കുന്ന സമീപനം ഇവർ കേരളത്തിൽ സ്വീകരിച്ചില്ലേ? ഞങ്ങളുടെ സമരം അതിനെതിരെയായിരുന്നു. ആ സമരം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ സമൂഹവും ഏറ്റെടുക്കുന്ന നമ്മൾ കണ്ടതല്ലേ? സമൂഹമാകെ തിരിച്ചറിയുന്നില്ലേ? ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ, സംഘപരിവാരവൽക്കരിക്കാൻ സർവകലാശാലയിലേക്ക് ഇവർ കടന്നു വന്നാൽ അങ്ങനെ കഴിയുന്നതല്ല കേരളത്തിലെ സർവകലാശാലകളുടെ നിലവിലെ സ്ഥിതി എന്നിവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളുടെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി ആരെല്ലാം സമീപനം സ്വീകരിച്ചാലും ആ സമീപനങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് എന്ന് ഇനിയെങ്കിലും ഇവരെല്ലാം തിരിച്ചറിയണം. സംഘപരിവാരത്തിന്റെ അജണ്ട സംഘപരിവാരങ്ങളുടെ പരിപാടിയിലാണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിലല്ല. ആ സമീപനത്തിനുള്ള തിരിച്ചടിയും ഒരു ഓർമ്മപ്പെടുത്തലുമായി ഈ കോടതി മാറുന്നുണ്ട്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക. ശിവപ്രസാദ്, ഈ വിധിക്കെതിരെ ഗവർണർ മുന്നോട്ട് നിയമപരമായി പോവുകയാണെങ്കിൽ അതിനെതിരെ SFIയുടെ സമീപനം എങ്ങനെയായിരിക്കും? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അല്ല, അദ്ദേഹം ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥിതി ഇങ്ങനെയായി പോയി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. രാജ്യത്ത് നിയമവ്യവസ്ഥിതി നിയമം ഉയർത്തിപ്പിടിക്കുന്ന വ്യവസ്ഥിതിയായി തുടരുന്നിടത്തോളം കാലം നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും അതിനെതിരെ തിരിച്ചടി ഉണ്ടാവും. അദ്ദേഹം ഇനിയെങ്കിലും ഈ വിധി അംഗീകരിച്ച് ജനാധിപത്യപരമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവണം. RSSന്റെ ആശയങ്ങളെ RSS പരിപാടിക്കും ഒരു മനുഷ്യനായി, ഒരു ജനാധിപത്യവാദിയായി വൈസ് ചാൻസലറും ചാൻസലറും ഒക്കെ ആയിരിക്കുമ്പോൾ ആ പദവിക്ക് ചേർന്ന സമീപനം സ്വീകരിക്കാൻ ഇങ്ങനെ ഈ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ തയ്യാറാവണം. അദ്ദേഹം സ്വാഭാവികമായി ഈ കണ്ട സമീപനങ്ങളെല്ലാം അങ്ങനെ തയ്യാറാവില്ല എന്ന പ്രഖ്യാപനങ്ങളാണ് കണ്ടത്. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ സമീപനം എന്താവും. ശിവപ്രസാദ്, സിസ തോമസിന്റെ അടക്കം നിയമനങ്ങളിൽ ഇത് ബാധകമാകും, അവരുടെ നിയമനങ്ങളിൽ ഈ ബാധകമാകുമെന്നത് ഉറപ്പ് തന്നെയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യർക്ക് സ്വാഭാവികമായി അഹങ്കാരമാകാം, പക്ഷെ അമിതാഹങ്കാരമായി പോയാൽ ഇങ്ങനെ ചില തിരിച്ചടികൾ ഏൽക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴുള്ള വീഴ്ച വളരെ വലുതായി പോകും. കുട്ടി ഘോഷിച്ചാണല്ലോ സിസ തോമസിനെ ഡീറ്റൽ സർവകലാശാലയിൽ നിന്ന് മോഹൻ കുന്നുമ്മൽ റഷ്യക്ക് പോയപ്പോൾ കൊണ്ടിരുത്തിയത്. ആ വന്നിരുന്ന കസേര പോലും ഇപ്പൊ പോയിരിക്കുകയാണ്. താൽക്കാലികമായിരുന്ന കസേരയുമില്ല, നേരത്തെ ഇരുന്ന കസേരയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സിസ തോമസ് പോകുമ്പോൾ പരമദയനീയം എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ സിസ തോമസിനോട് കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന കസേരയ്ക്ക് പോലും ബലമില്ല, ആ ബലമില്ലാത്ത കസേരയിൽ ഇരുന്ന് അടുത്ത കസേരയ്ക്ക് വേണ്ടിയുള്ള പിടുത്തം നടത്തുമ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കാൻ ഒരു അർഹതയും ഇല്ലാത്തവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ അവരോട് വിനീതമായി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ വിനീതമായ ശബ്ദം കേൾക്കാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല, സൗകര്യം ഉണ്ടായിരുന്നില്ല. അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കോടതിയിൽ നിന്ന് തിരിച്ചടി കേൾക്കുമ്പോൾ ആ കോടതി വിധിയെങ്കിലും മാനിക്കാൻ അവർ തയ്യാറാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടതിയെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ആവട്ടെ, നമുക്ക് നോക്കാം. ശിവപ്രസാദ്, SFIയുടെ സമരപരിപാടികൾ ഇനിയും മുന്നോട്ട് തന്നെയാണ് അല്ലേ? കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സംഘപരിവാർ അജണ്ടക്കെതിരായി അതിശക്തമായ സമരം ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകും. ഇപ്പോ 2 സർവകലാശാലകൾ ആത്യന്തികമായ പോരാട്ടം വിജയത്തിലേക്ക് എത്തുകയാണ്. മറ്റ് സർവകലാശാലകൾ ഉൾപ്പെടെ കേരളത്തിൽ സ്ഥിരം VC-മാർ എത്താൻ ആവശ്യമായ സംവിധാനം വരേണ്ടതായിട്ടുണ്ട്. ആ സംവിധാനത്തിന് വേണ്ടുന്ന പോരാട്ടം ഞങ്ങൾ നടത്തും. നിലവിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളും വിഷയങ്ങളും ഓരോ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ മേശപ്പുറത്തിരിക്കുകയാണ്. RSS നിയന്ത്രണത്തിലുള്ള ഈ വൈസ് ചാൻസലർമാരൊന്നും ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ യാതൊരു ഇടപെടൽ നടത്തുന്നില്ല. ആ ഇടപെടൽ നടത്താത്തിടത്തോളം കാലം ഞങ്ങൾ അതിശക്തമായ സമരവുമായി അത്തരം വൈസ് ചാൻസലർമാർക്കെതിരെയും ഈ വ്യവസ്ഥിതിക്കെതിരെയും സംഘപരിവാരവൽക്കരിക്കപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശിവപ്രസാദ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് നമ്മളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചത്.